മലങ്കര ഓർത്തഡോക്സ് കൊല്ലം ഭദ്രാസനം കുണ്ടറ കൺവെൻഷൻ ജനുവരി 1 മുതൽ 6 വരെ നടക്കും. 29-ന് വൈകിട്ട് 3-ന് സുവിശേഷ റാലിയും നസ്രാണി സംഗമവും നടക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മലങ്കര ഓർത്തഡോക്സ് കൊല്ലം ഭദ്രാസനം കുണ്ടറ കൺവെൻഷൻ ജനുവരി 1 മുതൽ 6 വരെ നടക്കും. കൺവെൻഷന് മുന്നോടിയായി 29-ന് ഉച്ചകഴിഞ്ഞ് 3-ന് സുവിശേഷ റാലിയും നസ്രാണി സംഗമവും നടക്കും. നെടുമ്പായിക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുണ്ടറ വലിയ പള്ളി കൺവെൻഷൻ നഗറിൽ റാലി സമാപിക്കും. കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് ഉദ്ഘാടനം ചെയ്യും. 1-ന് വൈകിട്ട് 3-ന് ദീപശിഖാ പ്രയാണം ശാസ്താംകോട്ട മാർ ഏലിയ കത്തീഡ്രലിൽ നിന്ന് ആരംഭിക്കും. കുണ്ടറ സെമിനാരി വഴി വലിയ പള്ളിയിൽ സമാപിക്കും. രാത്രി 7-ന് കൺവെൻഷന്റെ ഉദ്ഘാടനം ജോസഫ് മാർ ദിവന്നാസിയോസ് നിർവഹിക്കും. 3-ന് രാവിലെ 10-ന് കൊല്ലം ഭദ്രാസനം പ്രാർത്ഥനാ യോഗ സംഗമം നടക്കും. 6-ന് രാവിലെ 7-ന് കൺവെൻഷൻ രജത ജൂബിലി ഉദ്ഘാടന സമ്മേളനം ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 1 മുതൽ 6 വരെയാണ് പ്രധാന കൺവെൻഷൻ. 2025 ജനുവരി 1 മുതൽ 6 വരെ. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്ക ധ്യാനം വെള്ളിയാഴ്ച ഇന്നലെ നടന്നു കഴിഞ്ഞു. ഡിസംബർ മാസം 29 ഞായറാഴ്ച 3 മണിക്ക് നെടുമ്പായിക്കുളം സെന്റ് ജോർജ് തീർത്ഥാടന പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന സുവിശേഷ റാലിയും നസ്രാണി സംഗമവും 3 മണിക്ക് നെടുമ്പായിക്കുളം സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി കൺവെൻഷൻ നഗറിൽ സുവിശേഷ റാലി സമാപിക്കുന്നതാണ്. കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് അധ്യക്ഷത വഹിക്കും. ന്യൂസ് ബ്യൂറോ കുണ്ടറ.